അജിതേച്ചിയുടെ ഒരു രാഷ്ട്രീയ രൂപീകരണം നോക്കുകയാണെങ്കിൽ, കാരണം സാധാരണഗതിയിൽ ഒരു സാധാരണപ്പെട്ട രാഷ്ട്രീയമല്ല, കാരണം ഒരു തീവ്രവാദ രാഷ്ട്രീയം തന്നെ. ഇന്നാണെങ്കിൽ ശരിക്കും പിന്നെ NIA ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടാകുന്ന ഒരു ജീവിത രീതിയായിരിക്കും അന്നത്തെ നിങ്ങളുടെ ഒരു കുടുംബഘടന എന്ന് പറയുന്നത്. എല്ലാവരും ജയിലിലായിരിക്കും മിക്കവാറും, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതിലേക്ക്, അതായത് ഒരു വളരെ എന്താ പറയുക, എനിക്ക് ഒരു കത്തിൻ്റെ അകത്ത് എൻ്റെ മിലിറ്റൻ്റ് അഭിവാദ്യങ്ങൾ അജിബേട്ട എന്നാണ് പറയുന്നത്. കാരണം അത്രയും സ്വതന്ത്രമായിട്ട് നിന്നൊരു കത്ത് എഴുതാൻ പറ്റുമല്ലോ. മിലിറ്റൻ്റ് അഭിവാദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരു തിഹാറിലൂടെയെങ്കിലും കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അതിലേക്ക് പരുവപ്പെടുന്നത് എങ്ങനെയാ? ഈ ഒരു അച്ഛനും അമ്മയും ചേർന്നിട്ട് ഒരു മകളെ അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നതേ, അച്ഛനൊരു പക്ഷേ മനസ്സിൽ എന്നെ വിപ്ലവകാരിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം അത് അച്ഛനും ഞാനും ഒരുപോലെ നിൽക്കുന്നുള്ളതുകൊണ്ട് അമ്മ അതിനോടൊപ്പം ഒന്നും അതിനെ എതിർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ജീവിത ലക്ഷ്യം ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അതേസമയം ഞങ്ങളെ കൂടെ അമ്മ നിൽക്കുന്നുണ്ട് എന്തിനാണെങ്കിലും. പിന്നെ അച്ഛൻ്റെ രാഷ്ട്രീയം പിന്നീട് ഉൾക്കൊള്ളുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഗുജറാത്തി സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അഡ്മിഷൻസ് ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇവിടെ വിപ്ലവ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. അതിന് ഞാനും ഇങ്ങനെ പിന്നെ അച്ഛൻ ജയിലിലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവുകയും ആദ്യമായിട്ട് ഞാൻ അമ്മയോടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയുക. ഇനിയിപ്പോൾ എന്ത് സങ്കടമാണെങ്കിലും ഒരു പ്രണയത്തിൻ്റെ കാര്യമാണെങ്കിലും അമ്മയോടാണ് പറയുക. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വിപ്ലവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ അച്ഛൻ ജയിലിലുള്ള സമയത്ത്. അപ്പോൾ അത് ഒക്കെ അമ്മ കാണുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ, കുറച്ച് മെല്ലെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട്. അന്ന് SLC ഒന്നും ആയിട്ടില്ല. അതിന്റെ കാരണം അവര് ഞാൻ കുഴപ്പമുണ്ടാക്കിയതും അച്ഛനമ്മയും കൂടി തന്നെയാണല്ലോ. കാരണം അത്തരത്തിലുള്ള അതെ, എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ അവിടുത്തെ സമരത്തിന് തന്നെ അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അമ്മ ബേസിക്കലി അച്ഛൻ്റെ നിലപാടിനോട് അല്ലെങ്കിൽ വിപ്ലവ നിലപാടിനോട് അനുകൂലമാണ്. പക്ഷെ അമ്മയ്ക്ക് ചില ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാവൂലേ. അതൊക്കെ കുട്ടി വളർന്നു വരുമ്പോൾ ആദ്യം തന്നെ ഇത് വിപ്ലവത്തിലേക്ക് കൊണ്ടിട്ട് ഇതിന്റെ ഭാവി എന്താവുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ പിന്നീട് ആ തീരുമാനം ഞാൻ എടുത്തപ്പോഴും അച്ഛൻ അതിനെ അനുകൂലിച്ചപ്പോഴും പിന്നെ അമ്മ കൂടെ നിൽക്കുന്നു. ഇതിൽ രണ്ടുപേരെയും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അച്ഛനെ അമ്മേനെ. എന്നാൽ പോലും ഒരു കൂടുതൽ തീവ്രവാദിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ അജിതേച്ചി ഇപ്പം ഓർമ്മിക്കുമ്പം ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? അച്ഛനെ. അത് അച്ഛൻ തന്നെയാണ്.